നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലെ ഒരു വിഭവമായിട്ടാണ്, ഒരു പച്ചടി. അപ്പോൾ ഈ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് പടവലം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പടവലം പച്ചടി നല്ല സൂപ്പറായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലിപ്പം മീനൊന്നും വാങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോൾ വെറും ഒരു ഒഴിച്ചുകറിയും തോരനൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ വീടുകളും തൈരൊക്കെ ഉണ്ടാവും. അപ്പോൾ തൈര് വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അത് വെച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ സദ്യ തന്നെ ഓണവും വിഷുവൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേപോലത്തെ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പടവലം പച്ചടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേഗം പോയൊന്ന് കണ്ടുതരാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പടവലത്തിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 പച്ചമുളകാണ് എരിവിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം. ഇതൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയുണ്ട്. അതുപോലെ 1/4 കപ്പ് തൈരുണ്ട്. അപ്പോൾ തൈരിൻ്റെ പുളിക്ക് അനുസരിച്ചിട്ട് അളവിലൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ കടുക് 2 ടൈപ്പിൽ, അതായത് 2 ആയിട്ട് ഞാൻ കാണിക്കുകയാണ്. കാരണം ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. ഇത് നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. 2 വറ്റൽമുളകുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് പടവലം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ ആക്കിയാൽ മതി, അത് പോയിക്കോളും. അതുപോലെ ഈ പുറം ഭാഗം ഇതുപോലെ കത്തി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ചെറുതാക്കുന്നതാണ് നല്ലത്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്രയും കട്ട് ചെയ്ത് വെച്ചു. ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് ചെറിയൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് ചട്ടിയിലോട്ട് മാറ്റാം. ഇപ്പം ചട്ടിയിലോട്ട് നമുക്ക് ഈ ഒരു പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇത്രയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാണ്. നമുക്കിത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. പടവലം വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് തൈര് ചേർക്കാൻ പോവാണ്, അരച്ചെടുക്കാൻ വേണ്ടി. ഇത് ഫുള്ളായി ചേർക്കണ്ട, ആവശ്യം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചേർത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് അരച്ചെടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ കടുക് കൂടി ചേർത്തിട്ട് അരയ്ക്കുന്നില്ലേ, ഒരുപാട് കടുക് അങ്ങ് പേസ്റ്റായി പോകും. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതിപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അരച്ചാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടി 1.5 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം പുളിപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒന്നുകൂടി അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ തൈരും തേങ്ങയും അതുപോലെ കടുകും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പടവലം വെന്തതിന് ശേഷം നമുക്ക് ഇത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പടവലം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഒന്ന് ചൂട് തണിയ കൂടി വേണം. അതുകൊണ്ട് വേറെ ഒരു ഇതിലോട്ട് മാറ്റാം നമുക്ക്. അപ്പോൾ വേവിച്ചെടുത്ത വെള്ളവും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ കടുകും തൈരും എല്ലാം ചേർത്ത് അരച്ചല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയൊക്കെ മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചൊരു തൈരുണ്ട് ബാക്കി കേട്ടോ. അപ്പം ഞാനിപ്പം ടേസ്റ്റ് നോക്കുന്ന സമയത്ത് പുളിയൊക്കെ കറക്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഒരു ടേബിൾ സ്പൂണോളമാണ് ബാക്കി വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് താളിച്ച് ചേർക്കാൻ പോവാണ്. താളിച്ചിടാൻ വേണ്ടി ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ഇനി നമുക്കിത് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പടവലം വെച്ചിട്ടുള്ള സൂപ്പർ പച്ചടി ഇവിടെ റെഡി ആയിട്ടിട്ട് നമ്മൾ സാധാരണ വെള്ളരിയും ഒക്കെ വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഇതുവരെ നിങ്ങൾ രുചികരം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ പുതിയ റെസിപ്പീസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കാണാനും പറ്റും. ഉടനെ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്ത റെസിപ്പിയായി കാണുന്നതുവരെ ബൈ.